സിനിമ പിളർക്കുന്നു. സൂപ്പർ സ്റ്റാറുകളുടെ മുഖം മൂടി അഴിയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. അമ്മയിൽ കൂട്ടരാജി. കുറെ ദിവസമായി ഇത് കേട്ടാണ് നമ്മളൊക്കെ ഉണരുന്നതും ഉറങ്ങുന്നതും. ഒരു വശത്ത് ചൂഷണം നേരിട്ട താരങ്ങൾ അവരുടെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. മറുവശത്ത് അമ്മ സംഘടനയിലെ ഭാരവാഹികൾ രാജിവെക്കുന്നു. ചിലർ പിന്തുണയ്ക്കുന്നു, ചിലർ പുറന്തള്ളുന്നു. സർക്കാർ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നു. അങ്ങനെ ആകെ അലങ്കോലമായിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിലെ കാര്യങ്ങൾ. ആരാണ് തെറ്റ്, ആരാണ് ശരി എന്നൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? അത് ഇത്രയും വർഷമായിട്ട് എവിടെയായിരുന്നു? നമുക്ക് തൽക്കാലം ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. 2017 മലയാള സിനിമയിലെ ഒരു മുൻനിര നായികയ്ക്കെതിരെ ഒരു സെക്ഷൽ അസോൾട്ട് ഉണ്ടാകുന്നു. ഇതേ തുടർന്ന് അതേ വർഷം മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകർ ഒന്നിച്ചുകൊണ്ടുള്ള ഒരു സമിതി രൂപീകരിക്കുന്നു. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് WCC നൽകിയ ഹർജിയെ തുടർന്നും വിഷയം ഏറെ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ളതുകൊണ്ടും 2018 പിണറായി സർക്കാർ റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചു. അതാണ് നമ്മൾ ഈ കേൾക്കുന്ന ഹേമ കമ്മിറ്റി. നടി ശാരദ, റിട്ടയർഡ് IAS ഓഫീസർ KB വത്സല കുമാരി എന്നിവരും ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്നു. മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും ലിംഗ വിവേചനത്തെക്കുറിച്ചുമെല്ലാം വ്യക്തമായി പഠിക്കുക എന്നതായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിന് പിന്നിലെ മോട്ടീവ്. മലയാള സിനിമയിലെ നിർമ്മാണം, അഭിനയം, സംവിധാനം തുടങ്ങി പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന 57ഓളം സ്ത്രീകളാണ് ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ അന്ന് മൊഴി നൽകിയത്. 1.5 വർഷത്തിന് ശേഷം 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ സർക്കാരിന് വ്യക്തമായ തെളിവുകളോടുകൂടെ തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. റിപ്പോർട്ട് വരുന്നതോടെ സിനിമാ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഹേമ കമ്മിറ്റിക്കും WCCക്കും പക്ഷേ അന്ന് കിട്ടിയത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇരുട്ടടി തന്നെയായിരുന്നു. കാരണം കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാർ കാണിച്ചതെടുക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിലും റിപ്പോർട്ട് പുറത്തുവിടുന്നതിലും കാണിച്ചില്ല. റിപ്പോർട്ട് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് മൊഴി നൽകിയ താരങ്ങളുടെയും മറ്റു പ്രവർത്തകരുടെയും സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. റിപ്പോർട്ടിലെ ഉള്ളടക്കം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് എന്നും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഒക്കെയായിരുന്നു വിശദീകരണം. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു സർക്കാർ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്. ആ തരത്തിൽ സ്വാഗതാർഹമായ തീരുമാനമായിരുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്. റിപ്പോർട്ടിൽ പറയുന്നത് പോലെ സർക്കാർ ചെയ്താൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് 100% ഉറപ്പുണ്ട് എന്നാണ് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പറഞ്ഞത്. ഇതെല്ലാമായിട്ടും എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന ചോദ്യം വ്യക്തമായ ഉത്തരമില്ലാതെ തുടരുകയായിരുന്നു. അങ്ങനെ നീണ്ട നാളത്തെ പോരാട്ടത്തിന് ശേഷം 2024 ഓഗസ്റ്റ് 19 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറലോകം കണ്ടു. 233 പേജുള്ള റിപ്പോർട്ടിലെ 62 പേജുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് കാരണം മൊഴി നൽകിയവരുടെ പ്രൈവസി കൺസേൺ കൊണ്ടാണ്. റിപ്പോർട്ട് വന്നതോടെ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ഇത്രയും വർഷമായിട്ട് പുറത്തുവിടാതിരുന്നത് എന്നതിനുള്ള ഒരു ഉത്തരം ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പൊ തന്നെ അറിയുന്നുണ്ടാവും. പവർ ഗ്രൂപ്പ്, കാസ്റ്റിംഗ് കൗച്ച്, വർഷങ്ങൾക്ക് ശേഷമുള്ള പലരുടെയും വെളിപ്പെടുത്തലുകൾ, പ്രതികരണങ്ങൾ, മൗനം, താരസംഘടനയിലെ കൂട്ടരാജി, എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീങ്ങി നാറുന്നുണ്ട്. എന്തായാലും നിയമപാലകരും നിയമ സംവിധാനവും ഒക്കെ സത്യം പുറത്തു കൊണ്ടുവരട്ടെ. ശിക്ഷ കിട്ടേണ്ടവർക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യട്ടെ. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ.